സച്ചിയുടെ കാറിന്റെ കീ എടുത്തു തരണമെന്നും സച്ചിയുടെ ആന്റിയുടെ കാറിന്റെ ബ്രേക്ക് കട്ട് ചെയ്തു വിടണമെന്നും ആന്റണി ശ്രുതിയോട് ഫോണിൽ ആവശ്യപ്പെടുന്നു. എന്നാൽ എനിക്കതിന് കഴിയില്ല എന്ന് ശ്രുതി മറുപടി നൽകുന്നു. തുടർന്ന് ശ്രുതിയുടെ ശത്രു തിരികെ വന്നിട്ടുണ്ടെന്നും പഴയ രഹസ്യങ്ങളെല്ലാം പുറത്തറിയിക്കുമെന്നും പറഞ്ഞ് ആന്റണി ശ്രുതിയെ ഭീഷണിപ്പെടുത്തുന്നു. പേടിച്ചുപോയ ശ്രുതി ഒടുവിൽ സച്ചിയുടെ കാറിന്റെ കീ എടുത്തു തരാമെന്ന് സമ്മതിക്കുന്നു. സച്ചിയുടെ വീട്ടിൽ പോയി താക്കോലെടുക്കാൻ തനിക്ക് സാധിക്കാത്തതിനാൽ ശ്രുതി നേരെ ഭാമയുടെ വീട്ടിലെത്തുന്നു. താൻ ഗർഭിണിയാണെന്ന് നുണ പറഞ്ഞതിന് ഭാമ ശ്രുതിയോട് ദേഷ്യപ്പെടുന്നു. എന്നാൽ തന്റെ ബാഗ് സച്ചിയുടെ കാറിന്റെ ഡിക്കിയിലാണെന്നും അതിൽ സ്വർണമാലയും വളയുമൊക്കെ ഉണ്ടെന്നും സച്ചി ബാഗ് തരുന്നില്ലെന്നും പറഞ്ഞ് ശ്രുതി ഭാമയെ വിശ്വസിപ്പിക്കുന്നു. തനിക്ക് കാറിന്റെ താക്കോൽ എടുത്തു തന്നില്ലെങ്കിൽ ഭാമയുടെ വീട്ടിലെ ഫാനിൽ കെട്ടിത്തൂങ്ങി ചാകുമെന്ന് ശ്രുതി ഭീഷണിപ്പെടുത്തുന്നു. സന്ധ്യാസമയത്ത് പ്രഗ്നന്റായ വർഷയെ കാണാനെന്ന വ്യാജേന മധുരപലഹാരങ്ങളുമായി സച്ചിയുടെ വീട്ടിൽ പോകാനും സച്ചി താക്കോൽ എവിടെയെങ്കിലും വയ്ക്കുമ്പോൾ അത് ആരുമറിയാതെ എടുത്തുകൊണ്ടുവരാനും ശ്രുതി ഭാമയോട് ആവശ്യപ്പെടുന്നു. വർഷ ഹാളിലെ സോഫയിൽ കിടന്നുറങ്ങുമ്പോൾ രേവതിയും രവിയും ഒച്ചയുണ്ടാക്കാതെ ശ്രദ്ധിക്കുന്നു. എന്നാൽ അവിടെയെത്തുന്ന ചന്ദ്ര സന്ധ്യാസമയത്ത് ഉറങ്ങുന്നതിന് ദേഷ്യപ്പെടുന്നു. ആ സമയത്താണ് ഭാമ സ്വീറ്റ്സുമായി അങ്ങോട്ട് വരുന്നത്. വർഷയെ കാണാൻ വന്നതാണെന്ന് പറയുന്ന ഭാമ സച്ചിയെ കണ്ടിട്ടേ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞ് അവിടെ കാത്തിരിക്കുന്നു. ശ്രുതി ഗർഭിണിയാണെന്ന് പറഞ്ഞ് തന്നെ തെറ്റിദ്ധരിപ്പിച്ചതിനെപ്പറ്റി ചന്ദ്രയും സച്ചിയും സംസാരിക്കുന്നു. കുറച്ചു സമയത്തിനുശേഷം സച്ചി വീട്ടിലെത്തുകയും കാറിന്റെ താക്കോൽ ഷോക്കേസിൽ വച്ച ശേഷം മുകളിലേക്ക് പോവുകയും ചെയ്യുന്നു. ആരും കാണാത്ത സമയം നോക്കി ഭാമ പെട്ടെന്ന് പോയി ആ താക്കോൽ എടുത്ത് കൈയിൽ പിടിക്കുന്നു. എന്നാൽ ആ സമയത്ത് പെട്ടെന്ന് ചന്ദ്ര ഭാമയെ എന്ന് വിളിക്കുന്നതും ഭാമ ഞെട്ടുന്നതുമാണ് ഇന്നത്തെ എപ്പിസോഡിന്റെ അവസാനം.